പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ആദ്യമേ തന്നെ ഈ ദിവസത്തിലെ ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേരുന്നു.
ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാണ് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച ദൈവപുത്രന് അതേ വാക്കാൽ തന്നെ ഈ ലോകത്തെ രക്ഷിക്കാമായിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ടു പോയ പരദേശ സ്വന്തം ജീവിതത്തിലൂടെ നേടിത്തരുവാനായിട്ട് ഇമ്മാനുവലായി ദൈവം നമ്മോടുകൂടെ നടത്തമുള്ള ഇമ്മാനുവലായിട്ട് അവൻ മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. അവൻ അവതരിച്ചത് തന്നെ പുൽക്കൂട്ടിലാണ്. എളിയവനായിട്ടാണ് അവൻ ഈ ഭൂമിയിൽ പിറന്നു വീണത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്ദേശം ഇതാണ്: ക്രിസ്തുവിനെ പോലെ എളിമയുള്ള വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. എളിമയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്നും ദൈവം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുക. ക്രിസ്തു എളിയവനായി വന്നതുപോലെ ഈ ഭൂമിയിൽ എളിയ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Kau
ദൈവമേ, പരിപാവനം ഈ രാത്രി സത്യപ്രകാശ പ്രചുരമയാൽ അങ്ങ് പ്രഭാപൂരിതമാക്കിയതോ ഭൂമിയിൽ അവിടുത്തെ പ്രകാശത്തിന്റെ രഹസ്യം അറിഞ്ഞ് ഞങ്ങൾ സ്വർഗത്തിൽ അവിടുത്തെ സന്തോഷത്തിലും നിർവൃതി അടയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അന്ധകാരത്തിൽ കഴിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിരുട്ടിന്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ പ്രകാശം ഉദിച്ചു. അങ്ങ് ജനതയെ വർദ്ധിപ്പിച്ചു, അവർക്ക് അത്യധികമായ ആനന്ദം നൽകി. വിളവെടുപ്പിൽ സന്തോഷിക്കുന്നവരെ പോലെയും കവർച്ച വസ്തു പങ്കുവയ്ക്കുമ്പോൾ ആനന്ദിക്കുന്നവരെ പോലെയും അവർ അങ്ങയുടെ മുൻപിൽ ആഹ്ലാദിക്കുന്നു. അവൻ വഹിച്ചിരുന്ന നുകവും അവന്റെ ചുമലിലെ ദണ്ഡും മർദ്ദനന്റെ വടിയും മിതിയാന്റെ നാട് എന്ന പോലെ അങ്ങ് തകർത്ത് കളഞ്ഞിരിക്കുന്നു. അട്ടഹാസത്തോടെ മുന്നേറുന്ന യോദ്ധാവിന്റെ ചെരുപ്പും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ അഗ്നിയിൽ ധരിക്കും. എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. വിസ്മരണീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിന്റെ രാജാവ് എന്ന് അവൻ വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിലും അവന്റെ രാജ്യത്തിലും അവന്റെ ആധിപത്യം നിസ്സീമമാണ്. അവന്റെ സമാധാനം അനന്തവും. നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ചു പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിന്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. കർത്താവിന്റെ വചനം.
ലോകതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിന്റെയും രക്ഷകനായ യേശുക്രിസ്തുവിന്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവൃത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നവരുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. കർത്താവിന്റെ വചനം. അക്കാലത്ത് രോഗമാസങ്ങളുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ക്വിരിനിയസ് സിറിയയിൽ ദേശാധിപതി ആയിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടി പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കശോട് പൊതിഞ്ഞ് പുൽത്തോടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കശോട് പൊതിഞ്ഞ് പുൽത്തൊടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സാന്നിധ്യത്തിൽ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ,
നിങ്ങൾക്കായി അവരുടെ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് കടന്നു വന്നത് തന്നെ നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുവാൻ, മുറിവേറ്റതിനെ വശകെട്ടുവാൻ, വിശുദ്ധർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, ബന്ധനസ്ഥരെ മോചിപ്പിക്കുവാൻ, രാജ്യങ്ങളെ പുനഃസ്ഥാപിക്കുവാൻ, സഹോദരന്റെ മധ്യേ സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ടാണ് ഈശോ മനുഷ്യനായി, ഇമ്മാനുവലായി, ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവലായിട്ട് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിലൂടെ നാം വായിക്കുന്നത് പോലെ തന്റെ ഏകജാതന് നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ പറുദീസ സ്വന്തം ജീവിതത്തിലൂടെ നേടി തരുവാനായിട്ട് സ്വപുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് ദൈവപിതാവ് അയച്ചിട്ടുണ്ട്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരിടത്തിലാണ് ഈശോ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് പിറവിയെടുത്തത്. പുൽക്കൂട് എന്നത് തന്നെ, അല്ലെങ്കിൽ പുൽത്തൊട്ടി എന്നത് തന്നെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരിടമാണ്. എത്ര കഴുകിയാലും ഒരിക്കലും അതിന്റെ സ്മെല്ല് പോകാത്ത വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരിടത്തിലാണ് ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഭൂജാതനായത്. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തിലൂടെ നമ്മളൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഒത്തിരിയേറെ പരിതപിക്കുന്നുണ്ട്. ഈ മാതാപിതാക്കൾക്ക് നമ്മൾ ജനിച്ചു, അതുകൊണ്ട് ഇത്രത്തോളം കഷ്ടപ്പാടുകളും വേദനകളും ജീവിതത്തിൽ ഉണ്ടാകുന്നുവെന്ന്. ഈ ഭവനത്തിൽ നമ്മളൊക്കെ പിറന്നു വീണു, ഈ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉള്ളൂ എന്ന് നമ്മളൊക്കെ പരിതപിക്കുന്ന സമയത്ത് ഈശോയാകട്ടെ നമുക്ക് വേണ്ടിയിട്ട് ജന്മമെടുത്തത് കാലിത്തൊഴുത്തിലാണ്. എളിയവനായിട്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ശ്രേഷ്ഠമായ ഒരിടത്ത് നമ്മൾ പിറന്നു വീണത് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ശ്രേഷ്ഠകരമായിട്ട് മാറില്ല. മറിച്ച് ജീവിതത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് നമ്മളൊക്കെ പിറന്നു വീണ സ്ഥലങ്ങളിലാകട്ടെ അവിടെയൊക്കെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനായിട്ട്, അതിൽ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. എവിടെയാണോ നമ്മളെയൊക്കെ നട്ടിരിക്കുക, എവിടെയാണോ നമ്മളെയൊക്കെ കൊണ്ടെത്തിച്ചിരിക്കുക, അതിൽ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ സാധിക്കണം. ഈ ക്രിസ്മസ് കാലയളവിൽ തന്നെ ഇന്ന് വായിച്ച സുവിശേഷ ഭാഗത്തിലാകട്ടെ നിറവയറുള്ള പരിശുദ്ധ അമ്മയും അരവയറുള്ള കഴുതയും പിന്നെ യൗസ പിതാവും കൂടി ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് സത്രത്തിൽ പല സ്ഥലങ്ങളിലും പോയിട്ട്, പല വീടുകളിലും പോയിട്ട് മുട്ടുന്നുണ്ട്. അവിടെയൊന്നും ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് അവരാരും സ്ഥലം കൊടുക്കുന്നില്ല. കാരണം തിരുനാളിന് വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരായിട്ടുള്ള എല്ലാവരും എല്ലാ മുറികളും നിറഞ്ഞ് അവർ വസിച്ചിരുന്നു. ഈശോയ്ക്ക് ജന്മം കൊടുക്കുവാനായിട്ട് പല വാതിലുകളും അവരൊക്കെ മുട്ടിയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഹൃദയവാതിലുകളിൽ ഈശോ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ജനിക്കുവാനായിട്ട്, നമ്മുടെ ഉള്ളിൽ കടന്നു വരുവാനായിട്ട്, നമ്മളിലൂടെ ക്രിസ്തു ചൈതന്യം മറ്റുള്ളവരൊക്കെ അനുഭവിച്ചറിയണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മുടെയൊക്കെ ഹൃദയവാതിലുകളിൽ മുട്ടുന്ന സമയത്ത് നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്? ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ഇടം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ക്രിസ്തുവിന് വേണ്ടിയിട്ടുള്ള ഇടം നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നമുക്ക് കൊടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കുമ്പോഴാകട്ടെ ക്രിസ്തു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കുറിച്ച് ഒരിക്കലും പരിതപിക്കില്ല. അവയൊക്കെ നൽകിയത് ദൈവമാണെന്നുള്ള ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കടന്നു വരും. പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ പേര് കേട്ടതായിട്ട് മാറിയത് അവിടെ ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ വ്യക്തികളുടെ പേരിലാണ്. ഭരണങ്ങാനം എന്ന സ്ഥലം ഇന്ന് എല്ലാവരും അറിയപ്പെട്ടതായിട്ട് മാറിയത് അവിടെ വിശുദ്ധ അൽഫോൻസാമ ഉള്ളത് കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന ഒരു സ്ഥലമാണ് ഭരണങ്ങാനം എന്നുള്ളത്. അതോടൊപ്പം ബെത്ലഹേം എന്ന സ്ഥലം നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന
സമയത്ത് ജനിച്ചു എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം അസീസി എന്ന സ്ഥലം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയാൽ തന്നെ അറിയപ്പെട്ടതായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ എവിടെയാണോ ദൈവപിതാവ് വിട്ടിരിക്കുക അവിടെ സംതൃപ്തി കണ്ടെത്തുവാനായിട്ട് അത് മതി ദൈവം, അല്ലെങ്കിൽ എനിക്ക് ഇത് മതി എന്ന് പറയുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റോമാക്കാരുടെ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യത്തിലൂടെ നമ്മൾ വായിച്ചു കേൾക്കുക ഇപ്രകാരം: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാമെന്ന്. അന്ധകാരമൊക്കെ പരിത്യജിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ ആയുധം നമ്മളൊക്കെ യഥാർത്ഥത്തിൽ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ജ്ഞാനികൾക്ക് വഴികാട്ടിയായിട്ട് മാറിയത് നക്ഷത്രം തന്നെയാണ്. തീർച്ചയായിട്ടും നക്ഷത്രം പ്രകാശിച്ചു നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഈശോ ഇവിടെയാണ് ജന്മം കൊണ്ടത്. നക്ഷത്രം വെളിച്ചം കൊടുത്തതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എല്ലാവർക്കും പ്രകാശം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതിന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു ബുക്കിനകത്ത് വായിച്ചത് ഇപ്രകാരം: പ്രകാശം മുന്നിൽ നിൽക്കുമ്പോൾ നിഴൽ പിന്നിലാണ്, പ്രകാശം പിന്നിൽ നിൽക്കുമ്പോൾ നിഴൽ മുന്നിലാണ്. എന്നാൽ പ്രകാശം നിന്നിലായാൽ നീയുമില്ല നിഴലുമില്ല, മറിച്ച് പ്രകാശം മാത്രമെന്ന്. നീതി സൂര്യനായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ജ്വലിക്കേണ്ട വ്യക്തികളാണ്, പ്രകാശിക്കേണ്ട വ്യക്തികളാണ്. ടി പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന കഥ നമ്മളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ മുതിർന്നവരൊക്കെ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിഷക്കുപ്പിയുമായിട്ട് കടലിന്റെ കരയിൽ ഇരുന്ന അദ്ദേഹത്തോട് ഈ പ്രകാശം പരത്തുന്ന പെൺകുട്ടി ചിരിച്ച സമയത്ത് എന്നെ മനസ്സിലാക്കുന്ന, എന്നെ ഉൾക്കൊള്ളുന്ന ഒരുവൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞ് താൻ കരുതിയിരുന്ന വിഷക്കുപ്പി എടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പുതുജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. വേദനയാല്, ആകുലതയാല്, പ്രശ്നങ്ങളാല്, പ്രതിസന്ധികളാല് ഒത്തിരിയേറെ കഷ്ടത അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ നമുക്ക് പ്രകാശം കൊടുക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കണം. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് തന്നെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ള ദൗത്യത്തോടുകൂടെയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സമയത്ത് മാലാഖമാർ പോലും പാടിയില്ലേ: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. നല്ല മനസ്സിന് ഉടമകൾക്ക് മാത്രമേ ക്രിസ്തുവിനെ മുഖാമുഖം യഥാർത്ഥത്തിൽ ദർശിക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കും. നമ്മളൊന്ന് അല്പസമയം ഒന്ന് മൗനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് ജനിച്ച ഉണ്ണീശ്വരുടെ കരച്ചിൽ പോലും നമുക്ക് കേൾക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ സാധിക്കും. ആയതിനാല് ഈ ക്രിസ്മസിലേക്ക് ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് മാറാം. കണ്ണടയ്ക്കുമ്പോൾ ഉണ്ണീശോയെ ഉള്ളിൽ കാണുവാനും കണ്ണു തുറക്കുമ്പോൾ ഉണ്ണീശോയെ മറ്റുള്ളവരിൽ കാണുവാനും നമുക്ക് ആകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, വിശ്വാസ പ്രമാണം നമ്മൾ ചൊല്ലുമ്പോൾ മനുഷ്യനായി പിറന്നു എന്ന് പറയുന്ന ആ ഭാഗത്ത് എല്ലാവരും അല്പസമയം മൗനമായിട്ട് മുട്ടിന്മേൽ നിൽക്കേണ്ടതാണ്. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, മനുഷ്യ
ലോകത്തിന്റെ രക്ഷകനായ തിരുസഭയിൽ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പയെയും രൂപതാധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യസ്തരെയും പ്രത്യേകിച്ച് ഇടവകകാരെ വിനയവർഗീസ് അച്ഛനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വിശ്വാസ തീക്ഷ്ണതയിലൂടെയും ജീവിത വിശുദ്ധിയിലൂടെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരുസഭയെ കാത്തുരക്ഷിച്ച് നയിക്കുന്നതിന് അവരെ പ്രാപ്തരാകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും സമാധാനത്തിലും ഐക്യത്തിലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണവാനായ ദൈവമേ, മാതാപിതാക്കളെ സ്നേഹിച്ചും അവരെ അനുസരിച്ചും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും യൗസേപ്പ് പിതാവിനും ഇഷ്ടപ്പെട്ട നല്ല മക്കളായി വളരുവാൻ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നും മാലാഖമാർ പാടിയതുപോലെ ലോകം മുഴുവനിലും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോ കുടുംബത്തിലും ശാന്തിയും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദീപാവലി തിരുനാളിലെ സന്തോഷത്തിൽ പങ്കുകൊള്ളുന്നതിന് മുമ്പ് സ്വർഗീയ വിരുന്നിനായി അങ്ങയുടെ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കാരുണ്യത്താൽ നിത്യ സമ്മാനത്തിന് അർഹരാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിർമ്മല ഉദരത്തിൽ ദൈവവും മനുഷ്യനുമായിട്ട് സംവദിക്കുവാൻ ആദ്യയായി കന്യകാമറിയും അങ്ങേ വിശ്വാസ പ്രാർത്ഥനകൾ അങ്ങേ മുമ്പാകെ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ.
പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, ദിനത്തിന്റെ ആഘോഷത്തിൽ കാണിക്കണേ പ്രീതികരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പരിപാലനമായി കൈമാറ്റത്തിലൂടെ അങ്ങയോടുകൂടി ആയിരിക്കുന്ന ഞങ്ങളുടെ സ്വത്വം അങ്ങേ സാദൃശ്യത്തിൽ കാണപ്പെടുവാൻ അനുഗ്രഹിക്കണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഈ സംഭൂജമായ രഹസ്യത്തിന്റെ തിരുനാളിൽ അവിടുത്തെ ദിവ്യ പ്രകൃതി അദൃശ്യനാണെങ്കിലും ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയിൽ ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷനായി കാലങ്ങൾക്ക് മുമ്പേ ജാതനാണെങ്കിലും കാലത്തിലായിരിക്കുവാൻ തുടങ്ങി. അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന തന്നെ സ്വീകരിച്ചുകൊണ്ട് സകലതും സമഗ്രമായി സമുദ്രിക്കുകയും വഴുതേറ്റ മനുഷ്യനെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ വിളിക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യാവതാരത്തിന്റെ വചനത്തിന്റെ രഹസ്യം വഴി അങ്ങേ ശോഭയുടെ നവ്യപ്രഭ ഞങ്ങളുടെ മനോനേത്രങ്ങൾക്ക് പ്രകാശിതമായി. അങ്ങനെ ദൃശ്യരൂപത്തിൽ ദൈവദിനങ്ങൾ അറിയുമ്പോൾ അതുവഴി അദൃശ്യമായവരുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ആകൃഷ്ടരാകട്ടെ. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനങ്ങൾ അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃത്തങ്ങളോടുമൊത്ത് അഭിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവ്വജരാകളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചത്തെ ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയമുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന്
ഒരു ജനതയെ ഒരുമിച്ച് കൊള്ളുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുറി കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുരസ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. അതിനാൽ കർത്താവേ, അങ്ങേപ്പതിലെ രക്ഷകരമായ പീഡാസഹനവും മകനായോടും സ്വർഗ്ഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനമേഖലയിൽ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും കൃതജ്ഞമാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയിൽ പ്രസാദിക്കാൻ ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായ കാണിക്കുകയും തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശുദ്ധ ദൈവമാതാവേറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവ്യവസ്ഥിരാവിനോടും അനുഗ്രഹീതര അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അങ്ങേ സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥത സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അനുഭവിച്ചതിനെ സകലത്തിലെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനെ ഫ്രാൻസിസ് പാപ്പയോടും
ഞങ്ങളുടെ പിതാധ്യക്ഷനെ വിൻസെന്റ് സമൻ മെത്രാനോടും മെത്രാൻ പദവിയിലോടും വൈദികത്തോടും അങ്ങനെ സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തെരുവിൽ നിൽക്കുവാൻ അനുഗ്രഹമായ ഈ കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ. കാന്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയുടെ സഹോദരിയെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മക്കൾക്ക് നിത്യമായ സംതൃപ്തരാകപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിന്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്കും പരിശുദ്ധാത്മാവുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കൽപ്പനകളായും ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം നിൽക്കൽക്കാണ്ട് അങ്ങേ തിരുമനമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. Yeah.
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിലും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്.
കുരിശിന്റെ നടയിൽ വളരെ ഭംഗിയായി പുൽക്കൂട് കെട്ടിയ KC ഒലിമിലെ നമ്മുടെ ദേവാലയത്തിൽ KC അംഗങ്ങളെ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ ആ ഒരു ഭാഗ്യക്കുറിക്ക് നേതൃത്വം കൊടുത്ത KC അംഗങ്ങളെ നന്ദിയോട് ഓർക്കുന്നു. പള്ളിക്കകത്ത് പുൽക്കൂട് കെട്ടിയ KLC അംഗങ്ങളെയും നന്ദിയോട് ഓർക്കുന്നു. വളരെ മനോഹരമായിട്ട് പുൽക്കൂട് നിർമ്മിക്കുവാനായിട്ട് ഇത് കൂടുതലും നല്ല രീതിയിൽ പരിശ്രമിച്ചു. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. കരോളിന് ക്രിസ്മസ് അപ്പൂപ്പനായി നമ്മുടെ വീടുകളിൽ കടന്നു വന്ന അനൂപിനും പ്രത്യേകം നമ്മുടെ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു.
അതുകൊണ്ട് ദിവ്യബലിക്ക് ശേഷം KC മുതിക്ക് പുൽക്കൂട്ടില് ഉണ്ണീശോയെ കൊണ്ടുവയ്ക്കുവാനായിട്ട് നമ്മൾ എല്ലാവരും 2 വരിയായിട്ട് പോകേണ്ടതാണ്. ഇന്ന് സെന്റ് ആൻസിൽ നമ്മുടെ ദേവാലയത്തിൽ നിന്ന് ക്രിസ്മസ് സന്ദേശമായിട്ട് ചിന്തായ ആശ്രമം, പഞ്ചായത്ത് ഓഫീസ്, സഹകരണ ബാങ്ക്, നെയ്യാത പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നമുക്ക് കേക്ക് കൊടുക്കുവാനായിട്ട് കഴിഞ്ഞ വർഷത്തോടുപോലെ തന്നെ ഈ വർഷം കേക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അതിൽ വന്ന എല്ലാവരെയും നന്ദി ഓർക്കുന്നു. പുതുവർഷ ദിവ്യബലി 31 രാത്രി 9 മണിക്ക് ആരാധനയും തുടർന്ന് ദിവ്യബലിയുമായിരിക്കും. അപ്പോൾ ന്യൂ ഇയർ കുർബാനയ്ക്കും അതിനൊരു ന്യായമുണ്ട്. ആ ഞായറാഴ്ചയും എല്ലാവരും ദിവ്യബലിയിൽ പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക. നമ്മുടെ ഈ ദിവസം മനോഹരമാക്കുവാനായിട്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ രക്ഷകന്റെ ജനനം ആഘോഷിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഞങ്ങൾ ഉചിതമായ ജീവിത ശൈലി വഴി അവിടുന്നുമായി ഐക്യത്തിൽ എത്തിച്ചേരുവാൻ അർഹരാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ശിരസ്സ് നമിച്ച് ആശീർവാദം സ്വീകരിക്കണേ. തന്റെ പുത്രന്റെ മനുഷ്യപുരത്താൽ ലോകത്തിന്റെ അന്ധകാരമെല്ലാം നീക്കുകയും അവിടുത്തെ മഹത്വപൂർണ്ണമായ തിരുപ്പിറവിയാൽ ഏറ്റവും പരിശുദ്ധമായി ഈ രാത്രി പ്രകാശമാക്കുകയും ചെയ്ത അനന്ത നന്മയുടെ ദൈവം നിങ്ങളിൽ നിന്ന് പാപാന്തകരമകറ്റി പുണ്യദീപ്തിയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രഭാപൂരിതമാകുമാറാകട്ടെ. അവിടുത്തെ രക്ഷകന്റെ പിറവിയുടെ മഹത്തായ സന്തോഷം ദൈവദൂതർ വഴി ആട്ടിടന്മാരെ അറിയിക്കുവാൻ തിരുവുള്ളമായ ദൈവം അവിടുത്തെ ആഹ്ലാദത്താൽ നിങ്ങളുടെ മാനസങ്ങൾ നിറയ്ക്കുകയും നിങ്ങളെ അവിടുത്തെ സുവിശേഷ ദൂതരാക്കുകയും ചെയ്യുമാറാകട്ടെ. അവിടുത്തെ മനുഷ്യരുടെ വഴി ഭൂമിയും സ്വർഗവും ചേർത്തിണങ്ങിയ ദൈവം നിങ്ങളുടെ തന്റെ സമാധാനത്തിന്റെയും സന്മനസ്സിന്റെയും ദാനത്താൽ നിറയ്ക്കുകയും സ്വർഗീയ സഭയുടെ അംഗങ്ങളാകുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.